കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലും ദിനം കൊണ്ടൊരുത്തനെ കണ്ണിലേറ്റി നടത്തുന്നതും ഭവാൻ. രണ്ടു നാലും ദിനം കൊണ്ടൊരുത്തനെ കണ്ണിലേറ്റി നടത്തുന്നതും ഭവാൻ. കർമ്മകാണ്ഡത്തിന്റെ പൊരുൾ കണ്ടെത്തിയ ജ്ഞാനികൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ് മനുഷ്യ മനസ്സിന്റെ സഞ്ചാരവീതികൾ. സ്നേഹത്തിന്റെ ജ്വാലകൾ കെടുത്തുന്ന ക്രൂരതകൾക്ക് മുന്നിൽ നിസ്സംഗത പാലിക്കുന്നവരാണ് അധികവും. പക്ഷേ നീതിശാസ്ത്രത്തിന്റെ താളുകളിൽ ലക്ഷ്യത്തിന്റെ മഹത്വം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന തത്വവുമുണ്ട്. മാനസിക പരിണാമത്തിൽ തത്വസംഹിതകൾ വലിച്ചെറിഞ്ഞ് കരാളമായ ലോകത്തെ കിരാതനീതിയാൽ നിയന്ത്രിക്കുന്ന ഒരു ഗാഥയൊരുക്കുന്നു പൊളിറ്റിവിറ്റിയിലെ അഭിനേതാക്കൾ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്രജാമ്യഹം. ചിന്തേ പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മലയാനകൾ കരിമ്പുലി കലിവാഴണ ഗാനനമോ. ആരാ അത്? ശുംഭന്മാർ അവിടെ എങ്ങും ആരുമില്ല. എനിക്ക് വെറുതെ തോന്നിയതാ. ഒരു ആളനക്കം പോലെ ഒരു നിഴലാട്ടം ഞാനും കണ്ടു. എനിക്കൊന്നും തോന്നിയില്ല. ഒരു വെളുത്ത നിഴൽ നീങ്ങുന്നത് ഞാനും കണ്ടു. ഓരോ തോന്നലുകാര്. ഉമ്മറത്തൊരു ഫാൻ ഫിറ്റ് ചെയ്യാൻ എത്ര കാലമായി ഞാൻ പറയുന്നു. എങ്കിലെൻ്റെ ജോലി അല്പം കുറഞ്ഞേനെ. അപ്പോ നിന്റെ ജോലി പോയില്ലേ? വീശാനല്ലാതെ മറ്റെന്തറിയാം ശുംഭ നിനക്ക്? അല്പം സംഭാരം. രാമ, കവടി വെക്ക. നക്ഷത്രബലം കൊടുക്കണ്ടേ? ആ ലാപ്പ് എടുക്കുക. ചാനലിന് മെയിൽ തയ്യാറാക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്തോളൂ. അശ്വതി മുതലുള്ള ആദ്യ 9 നാളുകാർക്ക് ഈ ആഴ്ച ബഹുകേമം. ബുധൻ ഉച്ചരാശിയിലാണ്. ശനി മറഞ്ഞിരിക്കുന്നു. ആയതിനാൽ മരുന്ന് കഴിക്കുന്നവർക്ക് നിശ്ചയമായും ഫലം കിട്ടും. വിദേശത്തുള്ളവർക്ക് അവിടെ തന്നെ തുടരാം. മകം മുതൽ തൃക്കേട്ട വരെയുള്ളവർക്ക് ശനിയുടെ അപഹാരമുണ്ടെങ്കിലും വ്യാഴം തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ആഴ്ച ശുഭകരമാണ്. മന്ദത ഉണ്ടാകുമെങ്കിലും കാര്യങ്ങൾ ക്രമത്തിൽ നടക്കും. സന്താനങ്ങൾക്ക് ധനപുഷ്ടി ഉണ്ടാകും. അലോപ്പതിയേക്കാൾ ആയുർവേദമാകും ഗുണകരം. ഹൈ, അത് പറഞ്ഞപ്പോഴാ ദാ പരശു, കാശായം അടിക്ക് പിടിക്കാതെ ഇളക്കണേ. വിദേശത്തുള്ളവർക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യത. മൂലം മുതൽ രേവതി വരെയുള്ളവർക്ക് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ ധനലാഭം, കാര്യലാഭം, വിദ്യാവിജയം, സന്താന സൗഭാഗ്യം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു.
രക്തത്തിൽ പഞ്ചസാരയുടെ അസ്ഥിതയുള്ളവർ അല്പം സൂക്ഷിക്കുക. അടി കിട്ടിയേക്കാം. പഞ്ചസാര കുറയ്ക്കുക. ഒന്ന് കരുതി നടക്കുക. രക്തസമ്മർദ്ദമുള്ളവർക്ക് ആ സമ്മർദ്ദത്തിൽ നിന്ന് മറ്റു സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അറിയാവുന്നവരെ കൊണ്ട് എഴുതി വായിപ്പിക്കുന്നതാവും നന്ന്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നതാവും ഉചിതം. എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു വട്ടം പറയാനുണ്ട്. നമ്മുടെ വടക്കേലെ ആര്യാന്തർജനത്തിൻ്റെ മോൾക്ക് എന്തോ ഒരു അസ്ക്യത. അവർ വന്ന് പിന്നാമ്പറത്തിരിക്കുക. ഇങ്ങോട്ട് വിളിക്കുക ചെയ്തു. എന്താ എന്താ നമുക്ക് പറ്റിയേ? എന്താണെന്ന് നിരീക്ഷില്ല. ഇന്നലെ വാര്യത്തെ കുളത്തിൽ നട്ടുച്ചയ്ക്ക് നീന്തി കുളിക്കായിരുന്നു. കൂട്ടത്തിൽ അമ്മാത്ത കുട്ടികളും ഉണ്ടേ. ഇനി വല്ല കൂട്ടവും കൂടിയിട്ടുണ്ടോ ആവോ. ഭയപ്പെടേണ്ട രാമ, ഭസ്മം എടുക്കുക. സീതി, അകായിലെ നീലഭരണിയിലെ പൊടി എടുക്കുക. അശോക, പൂജാമുറിയിലെ തീർത്ഥം കൊണ്ടുവരൂ. ആര്യ, കുട്ടിയെ ഇങ്ങോട്ട് നീക്കി നിർത്തുക. രാമ, പൂജാമുറിയിലെ വിളക്ക് തെളിയിക്കുക. ഭയപ്പെടാനില്ല. കഞ്ഞി കുടിപ്പിക്കണം. സുഖമായി ഉറങ്ങട്ടെ. എല്ലാം ഭേദമാകും. ഇതൊന്ന് കേട്ടേ. അമ്മൂന് പോകാനുള്ള സമയമായി. മോളെ വിളിക്കുക. കുട്ടി എത്ര ദൂരം പറഞ്ഞയക്കണമെന്ന് ഓർക്കുമ്പം ഉള്ളിലൊരു ആദിയാ. പണ്ടേ ഉള്ളതാ. ഉണ്ണിയെ പഠിപ്പിക്കാൻ വിട്ടപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഒരാണ്ടരി പോകണ പോലാ. ഒന്നുമില്ല. അവൾ ഉണ്ണിയുടെ അരികിലേക്കല്ലേ പോകുന്നത്. ഓൾക്കൊരു വിഷമവും ഇല്ല. അവളും ഒരു കേമത്തി ഡോക്ടറാവും. ഉണ്ണി പഠിച്ചത് ബിലാത്തിയിലല്ലേ. അവൻ ഇപ്പോൾ ബാംഗ്ലൂരിലെ ഫോറൻസിക് സർജനുമാ. ദമ്പടി ഉണ്ടാക്കണമുണ്ട്. പക്ഷെ അമ്മു പോകുന്നത് ബാംഗ്ലൂർക്കാ. ഹാ, ഉണ്ണി അവിടെ ഉള്ളതാ ഒരു സമാധാനം. അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് കലക്കണേ? അവിടെ ഉണ്ണിയേട്ടനുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ അങ്കലാപ്പ്? ഒന്നുമില്ല കുട്ടി, പക്ഷെ വല്ലാത്തൊരാശങ്ക. സാരയില്ല കുട്ടി, നിന്റെ ആഗ്രഹം പോലെ നല്ലൊരു ഡോക്ടർ ആവട്ടെ. അശോക, എടാ രാമ, മോളോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ വരെ പോയി വരിക. അങ്ങ് സ്റ്റേഷൻ വരെ പോകണില്ലേ? ഇല്ല, നീ പോയി വരൂ കുട്ടി. രാമ, വണ്ടി വന്നിട്ട് തിരികെ വന്നാ മതി. അമ്മു, ചെന്നിട്ട് വിളിക്കുക. ശരി അച്ഛാ. ആഹാ, എന്താ വിശേഷിച്ച്? അങ്ങ് വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? ഇലക്ഷൻ അടുത്തെത്തിയില്ലേ? എനിക്ക് സീറ്റ് ഉറപ്പാ. അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നതാ. ജയിക്കുമോ എന്ന് ഒന്ന് രാശി നോക്കാമെന്ന് കരുതി. അവിടുന്ന് പറഞ്ഞാൽ അത് അച്ചട്ടാ. പ്രവർത്തന ഫണ്ടൊക്കെ കാര്യമായുണ്ട്. എങ്കിലും ഒരാശങ്ക. പ്രവർത്തന ഫണ്ടിന്റെ പ്രയോജനമുണ്ടാകും. ആട്ടെ, എന്താ ജന്മനക്ഷത്രം, ജനനത്തീയതിയോ? രേവതി, 95 ഡിസംബർ 31. അപ്പോൾ വയസ്സ് 30 പൂർത്തിയായി. വിദേശ യാത്രയ്ക്ക് യോഗം. സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ നടത്തിപ്പ്.
അധികാര യോഗം എല്ലാം ഉണ്ട്. ജയം സുനിശ്ചിതം. തിരുമേനി പറഞ്ഞാൽ മാറ്റമില്ല. സംശയിക്കാനുണ്ടോ? ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ജയം സുനിശ്ചിത. ഒരു ദക്ഷിണയാണേ. ഹേയ്, ദക്ഷിണയൊന്നും വേണ്ട. നാടിന് ഗുണമുള്ളതൊക്കെ ചെയ്താൽ മതി. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എന്നാലും ദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ഈ ദക്ഷിണ ഇലക്ഷൻ പ്രചാരണത്തിനുള്ള സംഭാവനയായി കാണുക. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ട്രെയിൻ അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഓ, അതാണോ വൈകിയത്? അതുമാത്രമല്ല തിരുമേനി, കാറുകാരന് മറ്റൊരോട്ടമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാൻ വാഹനമൊന്നും തരപ്പെട്ടില്ല. പരശു, കാവിൽ വിളക്ക് വയ്ക്കുക. അശോക, അത്താഴത്തിനുള്ളതൊക്കെ പാകപ്പെടുത്താൻ സേതുവിനെ സഹായിക്കുക. ഹലോ, ഉണ്ണിക്കുഞ്ഞാണോ? അച്ഛൻ നമ്പൂതിരി പ്രഭാത കർമ്മങ്ങളിലാ. എന്താ കുഞ്ഞെ, കുഞ്ഞിന്റെ ശബ്ദത്തിനൊരു വിറയൽ? ആ, ഒന്നുമില്ലെന്ന് പറയണ്ട, എന്തോ കുഴപ്പമുണ്ട്. ആ, പറയാം പറയാം, വേഗം വിളിക്കാൻ പറയാം. ഉണ്ണിക്കുഞ്ഞ് വിളിച്ചിരുന്നു. കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തു പറ്റാൻ? ഉണ്ണിക്കുഞ്ഞ് ഫോറൻസിക്കിലല്ലേ? ഇന്നലെ വല്ല കുഴപ്പം പിടിച്ച കേസും വന്നു കാണും. അതിൻ്റെതായിരിക്കും. ഓ, പ്രമാദമായ കേസുകൾ പോലും കൈകാര്യം ചെയ്യുന്ന ഉണ്ണിക്ക് ഇതൊക്കെ എന്ത്? ഈ പോസ്റ്റ്മോർട്ടവും മരണകാരണവും ഒക്കെ കണ്ടെത്തുന്നത് കുറച്ച് കുഴപ്പം തന്നെ. ഉണ്ണിയെപ്പോലെ ഒരു ശുദ്ധ ബ്രാഹ്മണന് പറ്റിയതല്ല ഈ തൊഴില്. എന്താ ഒരു ചർച്ച? ഉണ്ണിക്കുഞ്ഞിന്റെ ഫോൺ വന്നിരുന്നു. അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്തോ ഒരു പന്തികേട് പോലെ. എന്തൊരു കഷ്ടാ, കിട്ടണില്ലല്ലോ. അമ്മ അങ്ങ് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അങ്ങ് ആശങ്കപ്പെടാതെ. എന്താ എല്ലാരും വല്ലാണ്ടിരിക്കുന്നേ? എന്താ പറ്റിയേ? എന്താ ഉണ്ണി, നീ എന്തിനാ ഈ കരയണേ? അമ്മു അങ്ങ് എത്തിയില്ലെന്നോ? കരയാതെ കാര്യം പറ കുട്ടി. അമ്മൂന് എവിടെ? മംഗലാപുരത്തോ? നീ എന്താ ഈ പറയണേ? വാർത്തയോ? എന്തിനും ഒരു പരിഹാരമില്ലേ ഉണ്ണി? ഒരു പോംവഴിയില്ലെന്നോ? എന്റെ കൃഷ്ണ, എന്താ പറ്റിയ എന്റെ കുഞ്ഞിന്? നീ ആ TV ഒന്ന് വെക്കുവോ? ഇപ്പോൾ കിട്ടിയ വാർത്ത, റെയിൽപാതയ്ക്ക് സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മംഗലാപുരം പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകത്തിന് ശേഷം ശരീരം കത്തിച്ചതാകാമെന്ന് കരുതുന്നു.
ദേഹത്തു നിന്ന് കിട്ടിയ ഏലസിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൃതദേഹം ഫോറൻസിക് സർജനായി ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്ന സഹോദരൻ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ശരീരഭാഗം പൂർണ്ണമായും കത്തിയ അവസ്ഥയിലാണ്. അയ്യോ, എന്റെ കുഞ്ഞോട് ഈ ക്രൂരത കാട്ടാൻ എങ്ങനെ തോന്നി? ദൈവനീതിക്ക് പോലും ഇവനെ വിട്ടുകൊടുക്കരുതേ. രാമ, ഞാൻ നിലവറയിലേക്ക് പോവുകയാണ്. 7 ദിവസം അക്ഷരപാനാദികളില്ലാതെ ഞാൻ കാലഭൈരവനെ സേവിക്കാൻ തുടങ്ങി. ഉണ്ണി കലശവുമായി വന്നാൽ അത് പൂജാമുറിയിൽ സൂക്ഷിക്കുക. നീ സേതുവിൻ്റെ കാര്യങ്ങൾ നോക്കുക. എൻ്റെ കരിമുണ്ടെവിടെ? വേണ്ട തിരുമേനി, ഞാൻ എന്റെ ഇല്ലത്തേക്ക് മടങ്ങുക. അവിടെ അപ്പൻ തിരുമേനി മാത്രമല്ലയോ? ഞാൻ തടയണില്ല. പോയി വരിക. പരശു, ശിശുപാല, സേതുവിനെ അനുഗമിക്കുക. ഇല്ലത്തെ കാര്യങ്ങൾ നടക്കട്ടെ. രാമ, ആര് വന്നാലും എൻ്റെ പൂജയ്ക്ക് വിഘ്നം വരുത്തരുത്. അത് ഉണ്ണിയാണേൽ പോലും. നമ്മുടെ തിരുമേനി തികഞ്ഞ സ്വാത്വികൻ, അറിവിൻ്റെ നിറകുടം. പക്ഷേ ഇപ്പോൾ ആഭിചാരക്രിയകളിൽ അഭയം തേടുന്നു. അന്തർജനവും അതേ രീതി തന്നെയാവും പരീക്ഷിക്കുക. സൽക്കർമ്മങ്ങൾക്ക് വിപരീത ഫലം കിട്ടിയാൽ ആർക്കാണ് മനോനിയന്ത്രണം നഷ്ടമാകാത്തത്? ലോകത്തോട് തന്നെ പക തോന്നാം. ഓരോ നാഴികയും കടന്നു പോകാൻ എന്ത് ദൈർഘ്യമായിരുന്നു. നിലവറയിൽ വരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. മന്ത്രോച്ചാരണം നേരിയ ശബ്ദത്തിലായിരിക്കുന്നു. എന്തൊക്കെയാണാവോ സംഭവിക്കുക? അച്ഛൻ എവിടെ? അമ്മുവിൻ്റെ വാർത്ത അറിഞ്ഞ് അന്ന് നിലവറയിൽ കയറിയതാ. എന്തിന്? എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. അമ്മ എവിടെ? അമ്മത്തമ്പരാട്ടി അന്ന് തന്നെ അമ്മാത്തേക്ക് പോയതാ. സഹായത്തിനായി ശിശുപാലനും പരശുവും പോയിട്ടുണ്ട്. ഇത് അമ്മുവിൻ്റെ ചിതാഭസ്മം. അവളുടേതായി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഉണ്ണിക്കുഞ്ഞ് അതിങ്ങ് തരൂ. ഇത് പൂജാമുറിയിൽ സൂക്ഷിക്കാൻ അച്ഛൻ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അമ്മ ഇല്ലത്ത് എന്തെടുക്കുന്നു? ഒന്നും പറയണ്ട ഉണ്ണി. ഇല്ലത്ത് പൂജാതി കർമ്മങ്ങൾ നടക്കുക. അപ്പൻ തിരുമേനി ഒരു വേലിനെയും കൂട്ടിയിട്ടുണ്ട്. വേലനോ? ഏതോ ആഭിചാര കർമ്മത്തിന്റെ ലക്ഷണങ്ങളാ കാണുന്നത്. ഈ കാലഘട്ടത്തിലോ? ഉണ്ണി, കാലഘട്ടം ഏതുമാകട്ടെ, ശിഷ്ടശക്തികൾ മാത്രമല്ല ദുഷ്ടശക്തികളും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബം? എന്ത് പക്ഷേ? ആ ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിലെ ആളായിരുന്നില്ലേ അമ്മൂട്ടി? എന്നിട്ട് ആ കുഞ്ഞിന്റെ വിധി എന്തായി? അച്ഛ, ഇതെന്ത് കോലം? ഒന്നും വിശദീകരിക്കാൻ സമയമില്ലുണ്ണി. ഓരോ വിനാഴികയും വളരെ വിലപ്പെട്ടതാണ്. ഉണ്ണി അകത്തുപോയി വിശ്രമിക്കൂ. സമയമാകുമ്പോൾ രാമൻ വന്ന് വിളിക്കും. അപ്പോൾ പുറത്തു വന്നാൽ മതി.
രാമ, ഹോമകുണ്ടം തയ്യാറാക്കി. രാമ, പൂജാമുറിയിൽ നിന്നും കലശം കൊണ്ടുവരും. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഇതെന്റെ വീടാണല്ലോ. തലക്കടിയേറ്റ് വീണ ഞാൻ. അശോക് മാമ, ഇത് സത്യമാണോ? അച്ഛാ, അമ്മ എവിടെ? മോളെ, നിന്നോട് ഇങ്ങനെ കാട്ടിയതിന് പ്രതികാരം ചെയ്യണ്ടേ? അതിന് നിന്നെ കാലഭൈരവൻ സഹായിക്കും. പരശുവും ശിശുപാലനും ഉണ്ണിയും നിന്നോടൊപ്പം വരും. രാമ, പോയി ഉണ്ണിയെ വിളിക്കൂ. ഉണ്ണിയേട്ടാ, ഞാൻ എന്ത് പാപം ചെയ്തു? അവനെ, ആ ദുഷ്ടനെ, ആ കൊലപാതകയെ കൊല്ലണം. അവനിനി ഒരാളെയും ദ്രോഹിക്കരുത്. തെക്ക് കിഴക്കേ ദിക്കിലേക്ക് യാത്രയാവുക. രാത്രിയുടെ 4-ാം യാമത്തിൽ നിങ്ങൾക്ക് അവനെ കണ്ടെത്താനാകും. പരശു, ശിശുപാല, ചിലപ്പോൾ ബലപ്രയോഗം ആവശ്യമായി വന്നേക്കാം. മടിക്കേണ്ട. ഉണ്ണി, അവനെ ശാന്തനാക്കുവാൻ ചിലപ്പോൾ നിന്റെ ഔഷധങ്ങളും വേണ്ടി വന്നേക്കാം. അവയും കയ്യിൽ കരുതിക്കൊള്ളു. എങ്കിൽ പുറപ്പെടുക. വേല, ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. അവൻ എത്താൻ നേരമായി. സേതു, കാലഭൈരവന്റെ സ്തംഭന പ്രക്രിയയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്റെ പ്രതികാരം. നീ തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ, തീരുമാനിച്ചു. അവനെ അവിടെ ഇരുത്തുക. നീ എന്തിനത് ചെയ്തു? എനിക്കിതൊക്കെ ഒരു ഹരമാണ്. എന്ത് ഹരമോ? കൊലപാതകമോ? സൗന്ദര്യത്തെ ബീഭത്സമാക്കൽ. നിന്റെ സാഹിത്യം മതിയാക്കുക. കാര്യങ്ങൾ പറയുക. എൻ്റെ അമ്മ അതിസുന്ദരി. എൻ്റെ 5-ാം വയസ്സിൽ എന്നെ ഉപേക്ഷിച്ച അവരെ കാണുന്നത് പോലും പുച്ഛം. ട്രെയിനിൽ പാട്ടുപാടി അലിഞ്ഞു തിരിഞ്ഞ ഞാൻ ഒരിക്കൽ കണ്ടു പാതിവെന്ത ശരീരവുമായി അവരെ. ആ കാഴ്ച എനിക്ക് ഉന്മാദം പകർന്നു. കാലഭൈരവന്റെ സ്തംഭന പ്രക്രിയയിൽ അങ്ങ് തൃപ്തനായേക്കാം.
പക്ഷേ അവനെ ഈ ഭൂമിയിൽ വാഴാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കഠിനവ്രതത്തിന്റെ ശക്തിയിൽ വേലനെ കണ്ടെത്തി. ഇവൻ അവന്റെ നിഴൽ ആവാഹിച്ചു വരുത്തും, നിഴൽക്കുത്തിൽ കൊന്നു വീഴ്ത്തും. അതിനു മുമ്പ് അവൻ സ്തംഭനത്തിൽ നിഷ്ക്രിയനാവുന്നതും എനിക്ക് കാണണം. அம்மா நீங்க கவலைப்படாதே, இவன் பேய் பிடித்தவன், உள்ளே பிசாசு கூட இருக்கு. இந்த படுபாவியை நீங்க செமிச்சு விட்டாலும் நான் விடாது. கண்டிப்பா தண்டனை கொடுக்கணும். அருமையான பெண்கொடியை கொலை செய்த பாவியை என் நிழற்கூத்தில் சித்திரவதை செய்ய போறேன். அதுக்கு நீங்க தான் சாட்சியாக போறேன். എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും തകർത്തവന് എൻ്റെ കൺമുന്നിൽ വെച്ച് ഇല്ലാതാക്കിയ അച്ഛനും അമ്മയും എന്നും എനിക്ക് അഭിമാനമാണ്, എൻ്റെ ജീവൻ്റെ പുണ്യമാണ്. മോളെ, സാത്വിക ഭാവം ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ ഫലങ്ങൾ ഈ അമ്മയ്ക്കും അച്ഛനും അനുഭവിക്കേണ്ടി വന്നേക്കാം. എങ്കിലും ഞങ്ങൾക്ക് ഭയാശങ്കകളില്ല. അടുത്ത ജന്മത്തിൽ നീ ഞങ്ങളുടെ മകളായി വരും. അന്ന് സർവശക്തിയും നേടി സമൂഹത്തിൽ നിലനിൽക്കാനും മോഹങ്ങൾ സഫലമാക്കാനും നീ കരുത്തുള്ളവരായിരിക്കും. ഇനി അനശ്വരമായ ലോകത്തേക്ക് യാത്രയാവുക.